السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما يا رب العالمين. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മൾ വായിക്കുന്ന നവാഖിദുൽ ഇസ്ലാം എന്ന കിതാബിൻ്റെ ഷർഹ്, അതിൽ ഇന്ന് നമ്മൾ വായിക്കുന്നത് അതിൽ ഒന്നാമത്തെ നാഖിദിനെ സംബന്ധിച്ചാണ്. ഖാല അൽ മുഅല്ലിഫ് റഹിമഹുല്ലാ അൽ അവ്വലു അശ്ശിർകു ഫീ ഇബാദത്തില്ലാഹി വഹ്ദഹു ലാ ശരീക ലഹു വദ്ദലീലു ഖൗലുഹു തആല إن الله لا يغفر أن يشرك به ويغفر ما دون ذلك لمن يشاء. وقال تعالى إنه من يشرك بالله فقد حرم الله عليه الجنة ومأواه النار وما للظالمين من أنصار. ومنه الذبح لغير الله كمن يذبح للجن أو للقباب. ഇതാണ് മുഅല്ലിഫ് റഹിമഹുല്ലാ ഒന്നാമത്തെ നാഖിലായി ഇവിടെ സൂചിപ്പിച്ചത്. മുഅല്ലിഫ് റഹിമഹുല്ലാ പറയാൻ അൽ അവ്വലു ഒന്നാമത്തെ നാഖിൽ, അതായത് ഇസ്ലാമിനെ മുറിച്ചു കളയുന്ന ഒന്നാമത്തെ കാര്യം, അശ്ശിർകു ഫീ ഇബാദത്തില്ലാഹി വഹ്ദഹു ലാ ശരീക ലഹു, പങ്കാളികളില്ലാത്ത ഏകനായ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിൽ ഷിർക്ക് സംഭവിക്കുക. ആ ഷിർക്കിനെയാണ് മുഅല്ലിഫ് റഹിമഹുല്ലാ ഒന്നാമത്തെ നാഖിലായി കിതാബിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. വദ്ദലീലു ഖൗലുഹു തആല, ഈ ഷിർക്ക് നാഖിലാകാനുള്ള തെളിവ് അള്ളാഹുവിൻ്റെ കലാമാകുന്നു. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല സൂറത്തു നിസാഇൻ്റെ 48-ാമത്തെ ആയത്തിൽ അള്ളാഹു വിശദീകരിക്കുന്നു, ഇന്നല്ലാഹ ലാ യഗ്ഫിറു, തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു തആല ലാ യഗ്ഫിറു, പുറത്തു കൊടുക്കുകയില്ല, മാപ്പാക്കുകയില്ല, അൻ യുശ്റക ബിഹി, അള്ളാഹുവിനോട് ഷിർക്ക് ചെയ്യുന്നതിനെ, പങ്കാളികളെ സ്വീകരിക്കുന്നതിന് അള്ളാഹു ഒരിക്കലും പുറത്തു കൊടുക്കുന്നില്ല. വയഗ്ഫിർ, എന്നാൽ അള്ളാഹു പൊറുക്കുന്നതാണ്, മാ ദൂന ദാലിക ലിമൻ യശാ, ഷിർക്കല്ലാത്ത മറ്റെല്ലാ പാപങ്ങളും അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കുന്നതാണ്. അതാണ് ഒന്നാമത്തെ തെളിവായി മുഅല്ലിഫ് റഹിമഹുല്ലാ ഈ കിതാബിൽ കൊടുത്തിട്ടുള്ളത്. രണ്ടാമത്തെ തെളിവായി മുഅല്ലിഫ് റഹിമഹുല്ലാ പറഞ്ഞു, വഖാല തആല ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹി, ആരെങ്കിലും അള്ളാഹുവിൽ ഷിർക്ക് ചെയ്യുകയാണെങ്കിൽ, ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അള്ളാഹു സുബ്ഹാനഹു തആല അവന് സ്വർഗം ഹറാമാണ്, നിഷിദ്ധമാക്കിയിരിക്കുന്നു. വമഅ്വാഹുന്നാർ, എന്നാൽ അവൻ്റെ ഗേഹസ്ഥാനം, അവൻ്റെ പാർപ്പിടം അന്നാർ, നരകമാകുന്നു. വമാ ലിദ്ദാലിമീന മിൻ അൻസാർ, അക്രമികാരികൾക്ക്, ളാലിമീങ്ങൾക്ക്, അതായത് ഷിർക്ക് ചെയ്യുന്നവർക്ക്, മിൻ അൻസാർ, ഒരു സഹായം ഉണ്ടായിരിക്കുന്നതല്ല. സൂറത്തു മാഇദയിലെ 72-ാമത്തെ ആയത്താണ്. ഇതാണ് മുഅല്ലിഫ് റഹിമഹുല്ലാ, 2 ആയത്തുകളാണ് ഷിർക്ക് പാടില്ലാത്തതാണ്, അത് ഇസ്ലാം പൊളിച്ചു കളയുന്നതാണ്, മുറിച്ചു കളയുന്നതാണ് എന്നതിന് ഒന്നാമതായി തെളിവായിട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിന് മുഅല്ലിഫ് റഹിമഹുല്ലാ അതിന് ഉദാഹരണം കൊടുക്കാൻ, വമിൻഹു, ആ ഷിർക്കിൽപ്പെട്ടതാണ്, അദ്ദബ്ഹു ലിഗൈരില്ലാ, അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി ബലിയറുക്കൽ. ബലികർമ്മം ഇസ്ലാമിൽ ഇബാദത്താണ്. ആ ഇബാദത്തായ ബലികർമ്മത്തെ ഒരാൾ അള്ളാഹു അല്ലാത്ത മറ്റൊരാൾക്ക് വേണ്ടി, മറ്റൊരാളെ തൃപ്തിക്ക് വേണ്ടി ചെയ്യുകയാണെങ്കിൽ അത് പറയപ്പെട്ട ഷിർക്കിൽപ്പെട്ടതാണ്. ഏതുപോലെ മുഅല്ലിഫ് റഹിമഹുല്ലാ ഉദാഹരണം കൂടി കൊടുത്തു, കമൻ യദ്ബഹു ലിൽ ജിന്നി, ജിന്നിന് വേണ്ടി അറുക്കുന്നത് പോലെ, ഔ ലിൽ ഖിബാബി, അല്ലെങ്കിൽ കുബ്ബകൾക്ക്, ജാറങ്ങൾക്ക്, അദ്രിഹത്ത്, ജാറങ്ങൾക്ക് മുമ്പിൽ അവരുടെ തൃപ്തിക്ക് വേണ്ടി അറുക്കുന്നത് പോലെ. ഈ 2 ഉദാഹരണങ്ങൾ മുഅല്ലിഫ് റഹിമഹുല്ലാ ഇവിടെ എടുത്തു പറയേണ്ടായ കാരണം, ഇതിനു പുറമെ ഒരുപാട് കാര്യങ്ങൾ കാണാം. പക്ഷെ മുഅല്ലിഫ് റഹിമഹുല്ലാ ഈ 2 ഉദാഹരണം എടുത്തു പറയാൻ കാരണം, ആ കാലഘട്ടത്തിൽ ആ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന ഒരു പ്രവൃത്തി ആയതുകൊണ്ടാണ് മുഅല്ലിഫ് റഹിമഹുല്ലാ അതിനെടുത്തു പറയാൻ ഉണ്ടായ കാരണം. ഷർഹ് ഖൗലുഹു, മുഅല്ലിഫ് റഹിമഹുല്ലാ പറഞ്ഞ ആ ഖൗല്, അൽ അവ്വലു അശ്ശിർകു ഫീ ഇബാദത്തില്ലാഹ് എന്നതിൻ്റെ ഷർഹിലേക്കാണ് കടക്കുന്നത്. ബദ അൽ മുഅല്ലിഫ് റഹിമഹുല്ലാ ബിശ്ശിർക്കി, ഷിർക്ക് കൊണ്ടാണ് മുഅല്ലിഫ് റഹിമഹുല്ലാ
നമ്മുടെ നവാഖിദുൽ ഇസ്ലാമിൽ ഒന്നാമത്തത് ആരംഭിച്ചത്. കാരണം ലിഅന്ന ശിർക അഅ്ലമു ദുനൂബി അലൽ ഇത്ലാഖ്, നിരുപാധികം ഷിർക്കാണ് ഏറ്റവും ഗൗരവമേറിയ പാപം, ഏറ്റവും ഗൗരവമേറിയ തിന്മ ഷിർക്കാണ്. അതുകൊണ്ട് തന്നെയാണ് മുഅല്ലിഫ് റഹിമഹുല്ല ഷിർക്ക് കൊണ്ട് ഈ കിതാബ് നവാഖിദുൽ ഇസ്ലാം ആരംഭിച്ചത്. ഒന്നാമത്തെ നാഖിലായി സൂചിപ്പിച്ചത് ഷിർക്ക്. അതിന് കാരണം അതാണ് ഏറ്റവും വലിയ ഗൗരവമേറിയ പാപം. ഹൈസു ഇന്നഹു ദംബുൽ വഹീദ് അല്ലദീ നഫല്ലാഹു സുബ്ഹാനഹു വതആല മഗ്ഫിറതഹു, അല്ലാഹു പുറത്തു കൊടുക്കൂല എന്ന് പറഞ്ഞിട്ടുള്ള ഏക പാപം അത് ഷിർക്ക് മാത്രമാണ്. ബാക്കി എല്ലാ പാപങ്ങളും അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കും, അള്ളാഹു ഉദ്ദേശിക്കുന്നവർ ശിക്ഷിക്കുകയും ചെയ്യും. പക്ഷെ ഷിർക്കിനെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞത് അത് അള്ളാഹു തൗബ ചെയ്ത് മടങ്ങാതെ ഒരാൾക്കും തന്നെ പുറത്തു കൊടുക്കുന്നതല്ല. അത്തരം കോപമുണ്ടാക്കുന്ന കാര്യമാണ് ഷിർക്ക്. കമാ അന്നഹു യുഹ്ബിതുൽ അഅമാല സ്സാലിഹത ജമീഅൻ, അതുമാത്രം മറ്റുള്ള അമലുകളെ പോലെയല്ല, അതിന് വ്യത്യസ്തമായി ഷിർക്ക് എന്ന് പറയുന്നത് എല്ലാ നന്മകളെയും, ഈ ഷിർക്ക് സംഭവിച്ച മനുഷ്യന്റെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള സകല നന്മകളെയും അത് പൊളിച്ചു കളയും, ബാത്തിലാക്കി കളയും, നിഷ്ഫലമാക്കി കളയും. അതുകൊണ്ടും ആയില്ല, വയൂജിബു, അത് നിർബന്ധമാക്കുകയും ചെയ്യും ആ ഷിർക്ക്, ലിസാഹിബിഹി, ആ ഷിർക്ക് ചെയ്ത ആൾക്ക്, അൽ ഖുലൂദ ഫിന്നാർ, നരകത്തിൽ ശാശ്വതനായിരിക്കും, കാലാകാലം നരകം അവന് ആ ഷിർക്ക് നിർബന്ധമാക്കി കൊടുക്കുകയും ചെയ്യും. ഇയാദു ബില്ലാഹ്, അല്ലാഹു കാക്കട്ടെ. ലിമാ ദക്കറൽ മുഅല്ലിഫു മിനൽ അദില്ലത്തി അലാ ദാലിക്, അതിനു വേണ്ടി മുഅല്ലിഫ് റഹിമഹുല്ല തെളിവുകളും കൊടുത്തിട്ടുണ്ട്. ഏതുപോലെ വലി ഖൗലിഹി തആല, അതേപോലെ മറ്റുള്ള തെളിവുകളാണ് വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ഷൈഅ, സൂറത്തുൻ നിസാഇന്റെ 36-ാമത്തെ ആയത്ത്. വഅബ്ദുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കുക, വലാ തുശ്രികൂ ബിഹി ഷൈഅ, ഒന്നിനെയും അല്ലാഹുവിനോട് പങ്ക് ചേർക്കാതിരിക്കുകയും ചെയ്യുക. അതേപോലെ അടുത്ത തെളിവ് വഖൗലുഹു, അല്ലാഹുവിൻ്റെ ആയത്താണ്, വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല, വലഖദ് ബഅസ്നാ, തീർച്ചയായും നാം നിയോഗിച്ചിരിക്കുന്നു, ഫീ കുല്ലി ഉമ്മത്തിൻ, എല്ലാ സമുദായത്തിലേക്കും, റസൂലൻ, ദൂതന്മാരെ, പ്രവാചകന്മാരെ. എന്തിന്? അതിൻ്റെ കാരണം അള്ളാഹു വിശദീകരിച്ചു, അനിഅ്ബുദുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ, വജ്തനിബുത് താഗൂത്ത്, നിങ്ങൾ താഗൂത്തിനെ നിഷേധിക്കാൻ വേണ്ടിയും. എന്താണ് ഈ താഗൂത്ത്? താഗൂത്ത് എന്ന് പറഞ്ഞാൽ മാ ഉബിദ മിൻ ദൂനില്ലാഹി വഹുവ റാദിൻ, അള്ളാഹ്ക്ക് പുറമെ അവർ തൃപ്തിപ്പെട്ട അവസ്ഥയിൽ ആരാധിക്കപ്പെടുന്ന സകലതിനെയും താഗൂത്ത് എന്നാണ് പണ്ഡിതന്മാർ വിശേഷിപ്പിച്ചിട്ടുള്ളത്. സൂറത്തുൻ നഹ്ലിലെ 36-ാമത്തെ ആയത്താണ്. അതേപോലെ മൂന്നാമത്തെ തെളിവായി വഖൗലുഹു തആല, അല്ലാഹുവിൻ്റെ ഖൗലാണ്, തെളിവാണ്, ആയത്താണ്, വഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅല്ലാഹി അഹദ, സൂറത്തു ജിന്നിലെ 18-ാമത്തെ ആയത്ത്. നിങ്ങൾ അള്ളാഹുവിൻ്റെ പള്ളികൾ, മസ്ജിദുകൾ, അത് അള്ളാഹുവിൻ്റെ ഭവനങ്ങളാണ്, അത് അള്ളാഹുവിനുള്ളതാണ്. ആ പള്ളികളിൽ വെച്ച് നിങ്ങൾ അള്ളാഹു അല്ലാത്ത മറ്റൊരാൾ വിളിച്ച് ദുആ ചെയ്യാൻ പാടില്ല, പ്രാർത്ഥിക്കാൻ പാടില്ല, ഇബാദത്ത് ചെയ്യാൻ പാടില്ല എന്നാണ് ഈ ആയത്തിൽ അള്ളാഹു വിശദീകരിക്കുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ 3 ആയത്തും വ്യത്യസ്ത രൂപത്തിലുള്ള ഷിർക്കിൻ്റെ രൂപങ്ങളെയാണ് നിഷേധിക്കുന്നത്. ഒന്നാമത് വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ഷൈഅ, നേരിട്ടുള്ള ഇബാദത്തുള്ള ഷിർക്ക് പാടില്ലാത്തതാണ്. അതേപോലെ താഗൂത്യങ്ങളെ പ്രീതി കൊടുക്കുക, അതും ഈ ഷിർക്കിൻ്റെ ഗണത്തിൽപ്പെട്ടതാണ്. അതേപോലെ അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുക, അതും ഷിർക്കിൻ്റെ ഗണത്തിൽപ്പെട്ടതാണ്. 3 ആയത്തും വ്യത്യസ്തമായ ഷിർക്കിൻ്റെ ഇനങ്ങളെയാണ് നിഷേധിക്കുന്നത്. അതേപോലെ തന്നെ ഹദീസ്, വഅൻ ജാബിർ ബിൻ അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹുമാ ഖാൽ, ജാബിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ഖാൽ, അദ്ദേഹം പറഞ്ഞു, സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി ഞാൻ കേട്ടു, മൻ ലഖിയല്ലാഹ ലാ യുശ്രിക് ബിഹി ഷൈഅ, ആരെങ്കിലും അള്ളാഹുവിനെ ഷിർക്ക് ചെയ്യാത്ത അവസ്ഥയിൽ, ആദ്യം ഷിർക്കിൻ്റെ ഗൗരവത്തെ സംബന്ധിച്ച് പറഞ്ഞു, രണ്ടാമത് ഇനി ഷിർക്ക് സംഭവിച്ചിട്ടില്ല എങ്കിൽ അതിന് കിട്ടുന്ന ഗുണങ്ങളെ സംബന്ധിച്ചാണ് പറയുന്നത്. മൻ ലഖിയല്ലാഹ ലാ യുശ്രികു ബിഹി ഷൈഅ, ആരെങ്കിലും അള്ളാഹുവിനെ ഷിർക്ക് ചെയ്യാത്ത അവസ്ഥയിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടിയാൽ, അതായത് മരണപ്പെട്ടാൽ, ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. അതിന് നേരെ ഓപ്പോസിറ്റ്, വമൻ ലഖിയഹു യുശ്രികു ബിഹി ദഖലൻ നാർ, റവാഹു മുസ്ലിം, മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഏകദേശം മുസ്ലിമിൽ, സഹീഹ് മുസ്ലിമിൽ 93-ാമത്തെ ഹദീസ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്,
ഇനി നിങ്ങൾ ആരെങ്കിലും ഷിർക്ക് ചെയ്ത അവസ്ഥയിലാണ് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതെങ്കിൽ, അതായത് ഷിർക്ക് ചെയ്ത് തൗബ ചെയ്യാത്ത അവസ്ഥയിൽ മരണപ്പെട്ടാൽ അവൻ നരകത്തിൽ പ്രവേശിക്കുന്നതാണ് ആ ഷിർക്ക് കാരണം. ഇതാണ് മുഅല്ലിഫ് റഹ്മഹുള്ളയുടെ ഒന്നാമത്തെ ഖൗൽ അശ്ശിർക്കു ഫി ഇബാദത്തില്ല എന്നതിനെ സംബന്ധിച്ച് കൊടുത്തിട്ടുള്ള തഫ്സീർ വിശദീകരണം. അതേപോലെ വശ്ശിർക്കു ലുഗതൻ, ഭാഷാപരമായി ഷിർക്ക് എന്ന് പറഞ്ഞാൽ യുത്ലഖു അലാ മആനിൻ, ഒരുപാട് അർത്ഥത്തിൻ്റെ മേൽ സൂചിപ്പിക്കുന്ന കാര്യമാണ്, ഒരുപാട് അർത്ഥത്തിൻ്റെ മേൽ അറിയിക്കുന്ന കാര്യമാണ് ഷിർക്ക് എന്നുള്ളത്. മിൻഹ, അതിൻ്റെ അർത്ഥത്തിൽപ്പെട്ടതാണ് അൻ നസീബു വശരീഖു, നസീബ് എന്ന് പറഞ്ഞാൽ ഓഹരി, വശരീഖ് എന്ന് പറഞ്ഞാൽ പാർട്ട്ണർ. ഇത് രണ്ടും ഈ ഷിർക്കിൻ്റെ വ്യത്യസ്തമായ അർത്ഥങ്ങളിൽ പെട്ടതാണ്. ഒരുപാട് അർത്ഥങ്ങളുണ്ട് ഷിർക്കിന്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടെണ്ണം, ഒന്ന് നസീബ് അതായത് ഓഹരി, രണ്ടാമത്തത് ഷരീഖ്, ഷരീഖ് എന്ന് പറഞ്ഞാൽ പാർട്ട്ണർ. ഇതൊക്കെ ഈ ഷിർക്കിൻ്റെ ഭാഷാപരമായ അർത്ഥങ്ങളാണ്. വശ്ശിർക്കു യൻഖസിമു ഇലാ ഖിസ്മൈൻ, ഇനി മുഅല്ലിഫ് റഹ്മഹുള്ള ഷിർക്കിൻ്റെ വിഭജിക്കുകയാണ്. ഷിർക്ക് പല രൂപത്തിലുണ്ട്, എല്ലാ ഷിർക്കും ഒന്നല്ല, ഷിർക്ക് പല രൂപത്തിലുണ്ട്. അതിനെ തഖ്സീമ് ചെയ്യാണ്, വിഭജിക്കുകയാണ്. വശ്ശിർക്കു യൻഖസിമു ഇലാ ഖിസ്മൈൻ, ഷിർക്ക് രണ്ട് വിഭാഗമായി തിരിയും. അൽ അവൽ, അതിലൊന്നാമത്തത് അശ്ശിർക്കുൽ അക്ബർ, വലിയ ഷിർക്ക്. വഉരിഫ ബിതആരീഫ, ഒരുപാട് താരീഫാത്തുകൾ അത് നൽകപ്പെടുന്നു വ്യത്യസ്ത കിതാബുകളിൽ. ഇസ്ലാമിൻ്റെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാർ ഷിർക്കുൽ അക്ബറിന് വ്യത്യസ്തമായ താരീഫാത്തുകൾ കൊടുത്തിട്ടുണ്ട്. വ അഹ്സനുഹ, ആ താരീഫാത്തുകളിൽ ഏറ്റവും നല്ല താരീഫ് എന്ന് പറയുന്നത് നമ്മളെ ഷാരിഹ് റഹ്മത്തുള്ളാഹി ഇവിടെ കൊടുത്തിട്ടുണ്ട്. തസ്വിയത്തു ഗൈരില്ലാഹി ബില്ലാഹി ഫീമാ ഹുവ മിൻ ഖസാഇസില്ലാഹ്, അതാണ് ഷിർക്കിന് ഏറ്റവും സൂട്ടായി നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കാനും മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാനും സാധാരണക്കാർക്ക് ചിന്തിക്കാനും പറ്റുന്ന രൂപത്തിലുള്ള ഒരു താരീഫാണ് നമ്മുടെ ഷാരിഹ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒന്ന് തസ്വിയത്തു ഗൈരില്ലാഹ്, അള്ളാഹു അല്ലാത്തതിനെ സമപ്പെടുത്തുക, ബില്ലാഹി, അള്ളാഹുവിനോട്, അള്ളാഹു അല്ലാത്ത ഒന്നിനെ അള്ളാഹുവായിട്ട് സമപ്പെടുത്തുക, തുല്യപ്പെടുത്തുക. ഫീമ, ഒരു വിഷയത്തിൽ, ഏതാണത്? ഹുവ മിൻ ഖസാഇസില്ലാഹ്, അള്ളാഹുവിൻ്റെ പ്രത്യേകതകളിൽപ്പെട്ട ഒരു കാര്യത്തിൻ്റെ വിഷയത്തിൽ അള്ളാഹുവിനോട് അള്ളാഹു അല്ലാത്ത ഒന്നിനെ സമപ്പെടുത്തുക, തുല്യപ്പെടുത്തുക. ഇതാണ് ഷിർക്ക്. എന്നാൽ അള്ളാഹുവിന് മാത്രം പ്രത്യേകമായ കാര്യമുണ്ട്. പാപങ്ങൾ പുറത്തുതരുന്ന അള്ളാഹുവാണ്, മക്കളെ തരുന്നത് അള്ളാഹുവാണ്, അതേപോലെ നമുക്ക് രോഗം തരുന്നതും ശമനം നൽകുന്നത് അള്ളാഹുവാണ്, സ്വർഗം നൽകുന്നത് അള്ളാഹുവാണ്. അങ്ങനെ അള്ളാഹ്ക്ക് മാത്രം ഖാസായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങളിൽ, അതായത് ഫീമാ ലാ യഖ്ദിറു ഇല്ലല്ലാഹ്, അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും കഴിയാത്ത കാര്യങ്ങളിൽ അള്ളാഹു അല്ലാത്ത ഒരാളെ അള്ളാഹുവിന് സമപ്പെടുത്തുക. അതാണ് ഷിർക്ക് എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ മനസ്സിലാകുന്ന രൂപം. ഖാല അല്ലാഹു തആല, കാരണം ഇതേ അർത്ഥത്തിൽ ഈ തസ്വിയത്തു ഗൈരില്ലാഹി ബില്ലാഹ് എന്ന അർത്ഥത്തിൽ വരുന്ന ഒരുപാട് ആയത്തുകളും ഷാരിഹ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഖാല അല്ലാഹു തആല, അല്ലാഹു പറയുന്നു, തല്ലാഹി ഇൻ കുന്ന ലഫീ ളലാലിൻ മുബീൻ ഇദ് നുസവ്വീകും ബിറബ്ബിൽ ആലമീൻ. അശ്ശുഅറാ, ശുഅറായിലെ 97, 98 ആയത്തുകൾ. ഈ ആയത്ത് യഥാർത്ഥത്തിൽ മഹ്ശറയിൽ വെച്ച് അള്ളാഹു അല്ലാത്തവരെ ആരാധിച്ചവർ, ജുനൂദുൽ ഇബ്ലീസ്, ഇബ്ലീസിൻ്റെ പട്ടാളക്കാർ, ഇബ്ലീസിൻ്റെ സൈന്യം, ഇബ്ലീസിൻ്റെ ആൾക്കാർ, അവർ നാളെ അള്ളാഹ്ക്ക് പുറമെ അവർ വിളിച്ച് പ്രാർത്ഥിച്ച, അവർ ആരാധിച്ചിരുന്ന ആൾക്കാരെ മുന്നിലെത്തും. എന്നിട്ട് അവരോട് പറയുന്ന ചില വാക്കുകളാണ്. തല്ലാഹി, അള്ളാഹുവാണ് സത്യം, ഇന്ന കുന്ന ലഫീ ളലാലിൻ മുബീൻ, നമ്മൾ തീർച്ചയായും വ്യക്തമായ വഴികേടിലായിരുന്നു. ഇൻ കുന്ന ലഫീ ളലാലിൻ മുബീൻ, നമ്മൾ വ്യക്തമായ വഴികേടിലായിരുന്നു. കാരണം എന്താ? ഇദ് നുസവ്വീകും, സവ്വാ യുസവ്വി, ഇദ് നുസവ്വീകും, നമ്മൾ നിങ്ങളെ സമപ്പെടുത്തി, തുല്യപ്പെടുത്തി, ഒരേപോലെയാക്കി. നുസവ്വീകും ഐ നുശ്രിക്കുക്കും എന്നാണ് അർത്ഥം. ബിറബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ റബ്ബിനോട് നമ്മൾ നിങ്ങളെ തുല്യപ്പെടുത്തി, സമപ്പെടുത്തി. ഇതാണ് ഷിർക്കിൻ്റെ മുഅല്ലിഫ് നമ്മളെ ഷാരിഹ് കൊടുത്ത ആ താരീഫിനോട് ഏറ്റവും യോജിച്ച അർത്ഥം കിട്ടുന്ന ആയത്തുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വഖാല തആല, അല്ലാഹു പറഞ്ഞു, സുമ്മല്ലദീന കഫറു ബിറബ്ബിഹിം യഅദിലൂൻ, അദല യഅദിലു, അദല യഅദിലു എന്ന് പറഞ്ഞാൽ തെറ്റിച്ച് കളയ, അല്ലെങ്കിൽ പണ്ഡിതന്മാർ തഫ്സീർ കൊടുത്തിട്ടുള്ളത് ഷിർക്ക് ചെയ്യുക, യുശ്രികൂൻ എന്നാണ്. സുമ്മല്ലദീന കഫറു, പിന്നെ നിഷേധികൾ, ബിറബ്ബിഹിം, അവരുടെ രക്ഷിതാവിനോട്, യഅദിലൂൻ,
ഷിർക്ക് ചെയ്യുന്നവരാകുന്നു. ഐ ബിമഅന, അതിൻ്റെ അർത്ഥം വെച്ച മുഫസ്സിറുകൾ കൊടുത്തത് അന്നഹും യുസവ്വൂന ബിഹി ഗൈറഹു, അള്ളാഹുവിനോട് അള്ളാഹു അല്ലാത്തവരെ സമപ്പെടുത്തുക. അതിൽ എന്ന് പറഞ്ഞാൽ സമപ്പെടുക, തസ്വിയത്ത് അല്ലേ? അങ്ങനെ അതിൽ നീതി എന്ന് പറഞ്ഞാൽ ഓരോ ആൾക്കാർക്കും അവർക്ക് വേണ്ടതായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അതിൽ തസ്വിയത്ത്, അവരെ മഖാമിനോട് യോജിച്ച് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അതേ അർത്ഥമാണ് ഇവിടെ. അതിലെന്ന് പറഞ്ഞാൽ ഐ യുസവ്വൂൻ അല്ലെങ്കിൽ ഷിരിക്കൂൻ, അവർ അള്ളാഹു അല്ലാത്തവരെ അള്ളാഹുവിനോട് സമപ്പെടുത്തി, അള്ളാഹ്ക്ക് മാത്രം ഖാസായ കാര്യങ്ങളിൽ. വഖാല തആല, അള്ളാഹു പറയുന്നു, ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദ വഅൻതും തഅലമൂൻ, നിങ്ങൾ ഫലാ തജ്അലൂ ലില്ലാഹ്, അള്ളാഹുവിനെ നിങ്ങൾ ആക്കരുത്, അന്താദൻ പകരക്കാരെ ആക്കരുത്, നിദ്ദുകളെ ആക്കരുത്. നിദ്ദുൻ ജമ അന്താദ്, പകരക്കാർ. വഅൻതും തഅലമൂൻ, നിങ്ങൾ അറിഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ അള്ളാഹു ഏകനാണെന്നും അള്ളാഹുവിന് തുല്യമായി മറ്റാരും ഇല്ല എന്നും അറിഞ്ഞ അവസ്ഥയിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? അള്ളാഹുവിന് നിദ്ദുകളെ സ്വീകരിക്കാൻ പാടില്ല. സൂറത്തുൽ ബഖറയിലെ 22-ാമത്തെ ആയത്താണ്. ഇവിടെ ഈ ആയത്തിന് തഫ്സീറായി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നൽകുന്ന തഫ്സീറും നമ്മളെ ഷാരിഹ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഖാല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, അൽ അന്ദാദു ഐ അശ്ശിർക്കു, അന്ദാദ് എന്ന് പറഞ്ഞാൽ ഷിർക്കാകുന്നു. റവാഹു ഇബ്നു അബി ഹാത്തിം ബിസനദിൻ ഹസൻ, ഹസനായ സനദോടുകൂടി ഇബ്നു അബി ഹാത്തിം ഈ സംഭവം, ഈ അസർ ഉദ്ധരിക്കുന്നുണ്ട്. ഇതാണ് ഷിർക്കുൽ അക്ബർ. അള്ളാഹുവിന് മാത്രം പ്രത്യേകമായ കാര്യത്തെ അള്ളാഹു അല്ലാത്തവർക്ക് സമപ്പെടുത്തി, അള്ളാഹു അല്ലാത്തവരെ അള്ളാഹുവിനോട് സമപ്പെടുത്തുക, തുല്യപ്പെടുത്തുക. ഇതാണ് ഷിർക്കുൽ അക്ബർ. രണ്ടാമത്തെ അസാനി, ഷിർക്കിൻ്റെ രണ്ടാമത്തെ വിഭാഗം അശ്ശിർക്കുൽ അസ്ഗർ, ചെറിയ ഷിർക്ക്. അപ്പോൾ വലിയ ഷിർക്കും ചെറിയ ഷിർക്കും. വഉരിഫ ബിതആരീഫ, ഇതും ഒരുപാട് താരീഫുകൾ നൽകപ്പെട്ടിട്ടുണ്ട് അഖീദയുടെ കിതാബുകളിൽ. ഷിർക്കുൽ അസ്ഗറിന് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാർ ഒരുപാട് താരിഫ് ഷിർക്കുൽ അസ്ഗറിനും നൽകിയിട്ടുണ്ട്. അഹ്സനുഹ, നമ്മൾ ഷാരിഹ് പറയാൻ, അതിലേറ്റവും നല്ല താരീഫ് എന്ന് പറഞ്ഞാൽ മാ കാന വസീലതൻ വദരീഅതൻ ലിശ്ശിർക്കിൽ അക്ബർ മിനൽ അഫ്ആലി വൽ അഖ്വാലി വൽ ഇഅ്തിഖാദാതി. അല്ലേ? മാ കാന വസീലതൻ വദരീഅതൻ ലിശ്ശിർക്കിൽ അക്ബർ. ഷിർക്കുൽ അസ്ഗർ എന്ന് പറഞ്ഞാൽ ഷിർക്കുൽ അക്ബറിലേക്ക് എത്തിക്കുന്ന, ഷിർക്കുൽ അക്ബറിലേക്ക് എത്തിക്കുന്ന മാർഗങ്ങളും അതിലേക്കുള്ള സൂചകങ്ങളും, ഷിർക്കുൽ അക്ബറിലേക്ക് എത്തിക്കുന്ന മാർഗങ്ങൾ. ഏതിൽ മിനൽ അഫ്ആലി വൽ അഖ്വാലി വൽ ഇഅ്തിഖാദാത്ത്, വിശ്വാസപരമായ പ്രവർത്തനങ്ങളും വാക്കുകളും വിശ്വാസപരമായ കാര്യങ്ങളും. ഇതിൽ നിന്നൊക്കെ ഷിർക്കുൽ അക്ബറിലേക്ക് എത്തിക്കുന്ന കാര്യത്തിനാണ് ഷിർക്കുൽ അസ്ഗർ എന്ന് പറയുന്നത്. വജാഅ തസ്മിയതുഹു ഫിന്നസ്സി ഷിർക്കൻ, ഈ ഷിർക്കുൽ അസ്ഗറിനെ ഖുർആനിലും സുന്നത്തിലും ഷിർക്ക് എന്ന പേരിൽ തന്നെയാണ് അള്ളാഹുവും അള്ളാഹിൻ്റെ റസൂലും പരിചയപ്പെടുത്തിയത്. വലം യസിൽ ഇലാ ഹദ്ദി ഷിർക്കിൽ അക്ബർ, എന്നാൽ ഈ ഷിർക്ക് എന്ന് പറയുന്ന ഈ ഷിർക്കുൽ അസ്ഗർ ഷിർക്കുൽ അക്ബറിൻ്റെ പരിധിയിലെത്തിയിട്ടില്ല. കാരണം അത് ഖാലിദും മുഖല്ലദും ഫിന്നാർ പെടൂല. അതേപോലെ തന്നെ അമലുകളും എല്ലാം ബാത്തിലാവൂല്ല. അള്ളാഹു ഒരിക്കലും പുറത്തു കൊടുക്കാത്ത പാപമല്ല, അവിടെ എത്തൂല. എന്നാൽ അതിന് ഷിർക്ക് എന്ന് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പേരും പറഞ്ഞിട്ടുള്ളത്. അതാണ് പണ്ഡിതന്മാർ ഷിർക്കുൽ അസ്ഗർ എന്ന് പറയാൻ കാരണം. വദ്ദലീലു മാ സബത അനി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാൽ, അതിൽ തെളിവെന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് സ്ഥിരപ്പെട്ടു വന്ന ഒരു ഹദീസാണ്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഇന്ന അഖ്വഫ മാ അഖാഫു അലൈക്കും, നിങ്ങളിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് അശ്ശിർക്കുൽ അസ്ഗർ, ചെറിയ ഷിർക്കാകുന്നു. ഖാലു, അപ്പോൾ സ്വാഭാവികമായി സഹാബാക്കൾ ചോദിച്ചു, റസൂലെ വമശ്ശിർക്കുൽ അസ്ഗർ യാ റസൂലല്ലാഹ്, അള്ളാഹിൻ്റെ റസൂലെ എന്താണ് ഷിർക്കുൽ അസ്ഗർ എന്നാൽ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖാല അർരിയാ, ലോകമാന്യതയാണ്, ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്യലാണ്. അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യേണ്ട അമല് ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്യലാണ്. ഇതിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷിർക്കുൽ അസ്ഗറിലാണ് പെടുത്തിയത്. കാരണം അതൊരു ഷിർക്കിൻ്റെ ഗണത്തിൽ പെടൂല. മറ്റൊരാൾ തൃപ്തിക്ക് വേണ്ടിയിട്ടോ അള്ളാഹിനെ പോലെ തുല്യപ്പെടുത്തിയിട്ടോ ചെയ്യുന്നതല്ല. ജനങ്ങൾ കാണാൻ വേണ്ടി മാത്രം ചെയ്യുന്നു. അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യുന്നു, പക്ഷേ ജനങ്ങൾ കാണുമ്പോൾ അതിന് ഭംഗി കൂട്ടുന്നു, അതിന് സാധാരണ ചെയ്യാത്ത പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. അതിനെ റസൂല് പരിചയപ്പെടുത്തിയത് ഷിർക്കുൽ അസ്ഗർ എന്നാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പണ്ഡിതന്മാർ ഷിർക്കിനെ രണ്ടായി തരംതിരിച്ചത്. ഷിർക്കുൽ അക്ബറും ഷിർക്കുൽ അസ്ഗറും രണ്ടും പാടില്ലാത്തതാണ്. ഇതാണ്
ഈ ഭാഗത്ത് ഷാരിഹ് നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുള്ളത്. ഹാദാ വല്ലാഹു അലം വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.